തിരുക്കുറൽ എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവള്ളുവരുടെ കർക്കശടര കർപ്പവേ കട്രപിൻ നിർക്ക അതർക്ക തക. അതിന്റെ അർത്ഥം അറിയാമോ? ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും പഠിച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ചെയ്യാൻ പോകരുത്. 4 പെഗും നിങ്ങളുടെ മൃഷ്ടാന സദ്യയും കഴിച്ച് ബോധം കെട്ട് ഉറങ്ങാനായി വന്നിരിക്കുന്നു വിചാരിച്ചു അല്ലേ മഹേന്ദ്ര? കിച്ചാമണി അല്ലേ? എവിടെയായിരുന്നു ഇയാൾ വിളിച്ചത്? യെസ്, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഒരു സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഞാനായാലും ചിലപ്പോൾ ഇതൊക്കെ ചെയ്യും. ബട്ട് ഇറ്റ്സ് എ ക്രൈം, യു നോ മിസ്റ്റർ മഹി. അറിയാം സാർ, അറിഞ്ഞിട്ട് തന്നെയാ ചെയ്തത്. കിച്ചാമണി മനഃപൂർവ്വം കുറ്റം ചെയ്തിട്ടില്ല. ഇല്ലായിരിക്കാം, കയ്യബദ്ധമാവാം, അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട്. ബട്ട് ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ഡ്യൂട്ടി ടു ക്ലാരിഫൈ. അതിന് കോടതിയുണ്ട്. പ്രതിയെ കണ്ടുപിടിച്ച് ഡിപ്പാർട്ട്മെന്റിന് ഹാൻഡ് ഓവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി. അതെനിക്ക് ചെയ്തേ പറ്റൂ. എനിക്ക് സഹതാപമുണ്ട് കിച്ചാമണിയോട്. ചെറുപ്പമാണ് നിങ്ങൾ, ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. ഇന്ന് ഈ രാത്രി വേണ്ട, നാളെ രാവിലെ ഞാൻ കൊണ്ടുപോയി ആളെ. ഒരപേക്ഷയുണ്ട് സാർ. നിങ്ങളുടെ പോലീസ് മുറയില് ഒരു കുറ്റവാളിയെ കൊണ്ടുപോകുന്ന പോലെ ഇയാളെ ഇവിടെ ഇറക്കി കൊണ്ടുപോകരുത്. അത് ഈ വീട്ടിൽ ആർക്കും സഹിക്കാനാവില്ല. ഇയാളെ സ്നേഹിക്കുന്ന, ഇയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആ പെൺകുട്ടിക്ക് അത് താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല. മറ്റാരെ ഒന്നും അറിയിക്കാതെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാന്നൊരു കള്ളം പറയാൻ, ചിരിക്കുന്ന പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി യാത്ര പറയാൻ ഇയാൾക്കൊരു അവസരം കൊടുക്കണം. എന്നിട്ട് സാറുവിനെ കൊണ്ടുപോകുള്ളൂ. മുത്തച്ഛനിപ്പോ 18 ഔട്ടായി ഇല്ലേ പാമേച്ചി? ഇന്ന് പിറന്നാളായിട്ടും മുത്തച്ഛൻ എന്തോ ഒരു പ്രസാദം ഇല്ലാണ്ട്. ഒന്നുമില്ല. മഹിയേട്ടനെ വിളിച്ചിട്ടും വന്നില്ലേ അമ്പലത്തില്? ഒരു പിറന്നാളിനും മുടങ്ങാത്ത ആളാ. അതെങ്ങനെ ആ പോലീസ് ഓഫീസറുടെ കൂടെ കൂടിയിരിക്കില്ലേ? ശ്രീമംഗലം സത്രമാണെന്ന് അയാളുടെ വിചാരം. എനിക്ക് തീരെ പിടിക്കില്ല അയാളെ. ഇതൊക്കെ ശരിയാ, 4 സദ്യക്ക് അയാളെ വിളിക്കണം. കിച്ചൻ എന്തെങ്കിലും എത്തുണ്ടാവോ നല്ലൊരു ദിവസമായിട്ട്? അയ്യോ എന്തൊരു ആയിസ, പറഞ്ഞു നാക്കെടുത്തില്ല. മുത്തശ്ശി കിച്ചൻ നല്ല ആളാ, എന്നോട് പോലും മിണ്ടാതെ പോയി കളഞ്ഞല്ലേ. അപ്പൊ പോയില്ലെങ്കിൽ അന്നത്തെ ട്രെയിൻ മിസ് ചെയ്തേനെ. ഞാൻ വേണിയോട് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഇപ്പൊ എന്തായി? പെട്ടെന്ന് തിരിച്ചെത്താൻ പറ്റിയല്ലോ അല്ലേ ചമണി? എന്തായി പോയ കാര്യം? കിട്ടി, ജോലി കിട്ടി. ഇനിയിപ്പോ പരമസുഖ. താമസിക്കാൻ അവരുടെ വക സ്ഥലം, പിന്നെ ഭക്ഷണവും അവിടെ കിട്ടും. എല്ലാ ടെൻഷനും ഇതോടെ തീരും ഇല്ലേ മഹിയേട്ടാ? പക്ഷേ കിച്ചൺ ഇന്ന് തന്നെ പോണം. ഉടനെ ജോയിൻ ചെയ്തില്ലെങ്കിൽ കിട്ടിയ ജോലി പോവേ. ഇന്ന് പോവേ? നല്ല കഥയായി. ഇന്ന് മുത്തച്ഛന്റെ പിറന്നാളാ. ഇന്ന് ആരും എങ്ങോട്ടും പോണില്ല. ഇന്ന് എന്റെ കൈകൊണ്ട് ഒരു പിടി ചോറ് ഞാൻ വിളമ്പിത്തരും എല്ലാവർക്കും. ആ പോലീസ് ഓഫീസറെ വിളിക്കണം മഹിയെ. എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല മുത്തശ്ശി. വേണ്ട, ഞാൻ വിടില്ല എങ്ങോട്ടും. ഇന്ന് എന്തായാലും പോവാൻ പറ്റില്ല. മുത്തശ്ശന്റെ പിറന്നാള് മാത്രല്ല ഇന്ന്, കാർത്തികയാ. ഈ കുറി വേണിയുണ്ട് ഞങ്ങളോടൊപ്പം പാട്ടിനും ഡാൻസിനും. എല്ലാ വർഷവും ആഘോഷിക്കണതാ. ഇത്തവണ എല്ലാരും കൂടെ അത് ഗംഭീരാക്കണം. നോ, ഇറ്റ് ഈസ് ഇംപോസിബിൾ. എന്ത് സ്റ്റുപ്പിഡിറ്റി ആണ് നീ പറയുന്നത്? സാറിന് സ്റ്റുപ്പിഡിറ്റി ആയി തോന്നുന്നത് ഒരു വീടിന്റെ മുഴുവൻ സന്തോഷമാണ് സാർ. ഞാൻ കാല് പിടിക്കാം. ഈ ഒരു പകലും രാത്രിയും കൂടി നാളെ രാവിലെ എല്ലാവരും ഉണരുന്നതിന് മുമ്പ് കൊണ്ടുപോകാൻ സാറിന് അവരെ. നാളെ രാവിലെ അയാളെ തഞ്ചാവൂർ കോർട്ടിൽ ഹാജരാക്കാനുള്ള എനിക്ക് വിവരം ഞാൻ SP ഓഫീസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു. സാർ പ്ലീസ്, സാറ് വിചാരിച്ച നീട്ടി വെക്കാവുന്നേ ഉള്ളൂ. അത് ഒരു ദിവസം, ഇന്ന് ഒരു ദിവസം കൂടി അയാളും ആ പെൺകുട്ടിയും ഈ വീടും ഒക്കെ ഒന്ന് സന്തോഷിച്ചോട്ടെ സാർ. ഇനി ഒരുപാട് കാലം സങ്കടം മാത്രമല്ലേ ഉണ്ടാവൂടെ? അത് ശരിയാവില്ല മഹി. ശരിയാവും. താൻ എന്നെ വെറുതെ കുഴയ്ക്കരുത്. സെന്റിമെന്റ്സും മണ്ണാങ്കട്ടയും. അതെ, സെന്റിമെന്റ്സ് ആണ്. ഈ സെന്റിമെന്റ്സിൽ അല്പമെങ്കിലും സാറിന്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഇത്രയും ദയ സാറും കാട്ടിയത്. ഒരിക്കൽ കൂടി ഞാനത് ആവശ്യപ്പെടുന്നുള്ളൂ. വേണ്ട, കേൾക്കണ്ട, എനിക്ക് കേൾക്കണ്ട ഒന്നും. വേണേ ഞാൻ പറയട്ടെ, ഭാഗ്യമില്ല നമുക്ക്, ഭാഗ്യമില്ല. മറക്കണം നീ എന്നെ. മറന്നേ പറ്റൂ. ഇല്ല, പറ്റില്ല, എനിക്ക് ഈ ജന്മത്തിൽ പറ്റില്ല. നിനക്കൊരു വിഷമം ഉണ്ടാവില്ല ഇവിടെ. മഹിയേട്ടനും
മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും ഉണ്ട് നിനക്ക്. ആരും വേണ്ട, ആരും വേണ്ട എനിക്ക്. വിടില്ല ഞാൻ. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോവാൻ വിടില്ല ഞാൻ കിച്ചന്. വേണി, മരിക്കാം, ഒരുമിച്ച് മരിക്കാം നമുക്ക്. അതാ ഇതിലും ഭേദം. എന്നെ വിട്ടിട്ട് പോവില്ലെന്ന് പറ കിച്ച. എന്നെ വിട്ടിട്ട് പോവില്ലെന്ന് പറ. ഉറങ്ങിയില്ലേ സാർ? ഇല്ല. നേരം വിളിക്കാറാവുന്നു. സാർ എന്താ ചിന്തിക്കുന്നത്? സ്വന്തം കഴിവുകളിൽ തോന്നുന്ന അഭിമാനം, അതോ ഈ കൊലപ്പുള്ളിയെ പിടിക്കുക വഴി കിട്ടാൻ പോകുന്ന പ്രമോഷൻ, മുഖ്യമന്ത്രിയുടെ വക പാരിതോഷികം, പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ഫോട്ടോ? എന്തായാലും ഓർത്തിരിക്കാൻ നല്ല സുഖമുള്ള കാര്യങ്ങളാണ് അല്ലേ സാർ? ആ പാവം പയ്യനെ പിടിച്ച് ജയിലിലടയ്ക്കുമ്പോൾ വേറെന്തൊക്കെ നേട്ടങ്ങളാണ് സാറിനെ കാത്തിരിക്കുന്നത്? ചെയ്യുന്ന തൊഴിലിന് മാന്യമായ പ്രതിഫലം അതെനിക്ക് കിട്ടുന്നുണ്ട്. മറ്റെന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു മൂന്നാംകിട പോലീസുകാരനല്ല ഞാൻ. ആദർശം, അതിന് ഈ നാട്ടിൽ എന്തെങ്കിലും വിലയുണ്ടോ സാർ? നേട്ടം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും പ്രവൃത്തികൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ടോ? നോട്ടുകെട്ടുകൾ, നല്ല പിള്ള വേഷം കെട്ടി ഈ ആയുസ് മുഴുവൻ സമ്പാദിച്ചാലും കണി കാണാൻ പോലും കിട്ടാത്തത്രയും വലിയ നോട്ടുകെട്ടുകൾ ഞാൻ ഈ മേശപ്പുറത്ത് കൊണ്ട് വെക്കട്ടെ സാർ? പകരം ആ പാവം പയ്യനെയും പെണ്ണിനെയും ജീവിക്കാൻ വിട്ടേക്കോ? ഇതിനുള്ള മറുപടി നാക്കൊണ്ടല്ല, പുറം കാലം കൊണ്ടാണ് ഞാൻ പറഞ്ഞ് ശീലിച്ചുള്ളത്. നീ എനിക്ക് വില പറയാൻ മതിരിക്കണ പുല്ലേ. നിങ്ങളെ വിലക്ക് കിട്ടുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ മറ്റെന്ത് വഴിക്കും അവനെ രക്ഷിക്കാൻ അവസാന ശ്രമം നടത്തും ഞാൻ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ അവനെ കൊണ്ട് ഇവിടുന്ന് പോവില്ല. ഭീഷണി? അതെ, ഭീഷണി തന്നെ. കൊല്ലും കൊലയും നടന്നിട്ടുള്ള തറവാടത്. ജയിക്കാനായി കൊന്നു മുന്നേറിയ പടത്തലവന്മാരുടെ വംശത്തിൽ പറഞ്ഞവനാ ഞാൻ. ചിലപ്പോ അറപ്പ് തോന്നിന്ന് വരില്ല. വേണ്ടി വന്ന കൊല്ലും ഞാൻ, കൊന്നു കുഴിച്ചു മൂടും ഞാൻ.